വഴക്ക് വെള്ളപ്പഴം ഉണ്ടാക്കുന്നു അപ്പൊ സ്നേഹം കൂടും. എന്താ പറഞ്ഞു ചേച്ചിക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. അമ്മക്ക് ജീവിതമൊക്കെ പിള്ളേര് മക്കള് ഒക്കെ ചെയ്ത് കഴിഞ്ഞ അമ്മ എന്താ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ബൈ സുന്ദരി. ഓയ് ഹാപ്പി ന്യൂ ഇയർ അമ്മ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് 2025 നല്ല വരട്ടെ അല്ലേ? അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാം. അമ്മ വാ, അമ്മ കുച്ചി ഞാൻ എവിടെയൊക്കെ കൊണ്ടുപോവാ അടിച്ചു പൊളിക്കാൻ. എവിടെയൊക്കെ പോവാം. കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ ഇന്നലെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ കയ്യില് നീറ്റം തരുന്നിട്ട് പറഞ്ഞിട്ട് എന്റെ കൈ നീറ്റം നല്ല ഉണ്ട്. എല്ലാരും അല്ല ആര്യനെ പറഞ്ഞു ചേച്ചിയോട് എനിക്ക് കഴിഞ്ഞിട്ട് അതെ വരാൻ വർഷത്തില് കൈ വരട്ടെ സ്വർണം വരട്ടെ വരട്ടെ. ചേച്ചിന് വീട്ടിലേക്ക് വന്നിട്ട് പോകട്ടെ. അതെ ചേച്ചിനെ കാത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാവർക്കും കാശിനും കൊടുത്തിട്ട് പറയാം. ഹാപ്പി ന്യൂ ഇയർ. വേഗം എനിക്ക് ഹാപ്പി ന്യൂ ഇയർ. അത് പറ്റി അപ്പുകുട്ടൊക്കെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അപ്പുകുട്ട. എനിക്ക് ഇത് ചെയ്യേ എനിക്ക് അമ്മ ഇത് പിടിച്ചേ പ്രോമിസ് ചെയ്യേ 2025 പുതിയ ചെരുപ്പ് ബാഗ് ചുരിദാർ. അത് 11 വർഷമായിട്ട് മുണങ്ങാണ്ട് തരണ്ടല്ലോ. അല്ല 12 വർഷമായി. 12 വർഷം ഒന്നും തരുന്നില്ലല്ലോ. അല്ല തരാറുണ്ടല്ലോ. പിന്നെന്താ പിന്നെയും ചോദിച്ചോണ്ടിരിക്കണേ. നല്ലതാ അല്ലേ? അത് അറിയില്ലല്ലോ. ചോദിക്കാണ്ട് തന്നെ അതിനൊരു വിലയുള്ളൂ. ചോദിക്കാണ്ടുള്ള ചോദിക്കാണ്ട് കരുത് ഇപ്പൊ ഉള്ളകരണം പൂർണ്ണസക പൊറോട്ട ആക്കിട്ടാ പറഞ്ഞു ഞാന് രാവിലെ. ചേച്ചിക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയട്ടാ പറഞ്ഞു. എല്ലാവർക്കും പാടിലുണ്ടായില്ലേ? എല്ലാവർക്കും വയ്യാതെ അടിച്ചു പൊളിക്കാന്ന് കഴിച്ചോണ്ടിരുന്നതാ. അതെ അല്ല ഞാൻ നല്ല ഉച്ചക്കോട്ട് പറയണല്ലേ. പക്ഷെ അല്ല എന്റെ അമ്മ എടാ എന്താ പരിപാടി 10 മണി ആയിട്ട്. എന്നാലും നമുക്ക് സമയമാകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു പായസമൊക്കെ വെച്ച് നന്നായിട്ട് ഞാനും പറഞ്ഞു വയ്യാണ്ടായി പോയി. നിങ്ങളെ പഠിച്ചു കളഞ്ഞു. അമ്മ പായസം വെച്ച് തന്നാല് അമ്മ തന്നു എനിക്ക് പായസം വെക്കാൻ. അതെ അമ്മ പായസം വെക്കില്ലല്ലേ. കൂടാന്നല്ലാണ്ട് നമുക്ക് നിർദ്ദേശം തരും. സേമിയ പാലട നടി സോയി എന്താ കഴിഞ്ഞേട്ടാ ഞാണ്ട് 5 രൂപ അത് മതി. മതി. ഈ കൊല്ലം നന്നായി വരും. നല്ല നന്നായിട്ട് വരട്ടെ അല്ലേ? കൊറേ കാശ് കിട്ടുമ്പോ അമ്മേനെ കൊറേ സ്ഥലത്ത് കൊണ്ടുപോകണം. വരില്ല വരത്തില്ല അമ്മ. കഴിഞ്ഞിട്ടും സിരിയമ്മ വെച്ചോ. ചിലപ്പോ അമ്മക്കും ഇത് വരും. നല്ല ഇത് കൂടി വരും അല്ലേ? നമുക്ക് ചിലപ്പം സാലറി കൂടോ നമുക്ക് അറിയില്ല. ഹാപ്പി ന്യൂ ഇയർ വിളിച്ചേ. ഓ ചുല്ലടി
എപ്പോ നോക്കിയാലും ഇളക്കലാണ്. ഹാപ്പി ന്യൂ ഇയർ. അത് കൂടുതൽ 5. ഓ 5 രൂപ കണ്ടിട്ടേ 5 രൂപ കണ്ടിട്ട് മറ്റേ ഇന്ന് 2025 അല്ലേ? അപ്പൊ 5 ആയിരുന്നു. പറയടി പറയേ, ഇന്നെന്തുവാ? ഇന്നെന്താ പറയേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ. അപ്പൊ അതെ, നമ്മള് 2025 കിടക്കുന്നു. നന്നായിട്ട് പോയിക്കോ. ഓക്കെ. അറിയില്ല. എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്, പുതിയ വർഷം നന്നാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നോക്കാം. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് വരട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലേ നല്ലൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പോട്ടെ. ആർക്കും അസുഖം വരണ്ട അല്ലേ? അത് മാത്രം മതി. ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എല്ലാവരും. അതാണ് ഏറ്റവും വലിയ ആരോഗ്യത്തോടെ ഇല്ല സോയി, ഇരിക്കണത്. നാളായിട്ട് നമ്മള് വഴക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയി. ഈ കൊല്ലം ഇങ്ങനെ അങ്ങ് പോകണം. എല്ലാവരും അവരോട് വിചാരിച്ചാൽ മതി. നല്ലത് അല്ലേ? പിന്നെ എന്തിനൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടായാലും കണ്ണടയ്ക്കാം. അതെല്ലായിടത്തും ഉണ്ടാവും. അതല്ല, ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. എല്ലാവരും വഴക്ക് വെള്ളപ്പഴം ഉണ്ടാക്കുന്നു. അപ്പൊ സ്നേഹം കൂടും. അതൊക്കെ നന്നായിട്ടറിയാം. ആ വഴക്കുണ്ടാക്കുമ്പോ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മൂടോട്ടല്ലേ, ഭയങ്കര ഇതല്ലേ. ഇതൊന്നിപ്പോ പൊറോട്ട ഉണ്ടാക്കണേ. കൊച്ചക്ക് ഞാൻ രാവിലെ പൊറോട്ട ഉണ്ടാക്കി താത്തോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് അത് പൊറോട്ട നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം. ഉരുളക്കറൻ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ചേച്ചി രാത്രി ഞാനൊക്കെ പറഞ്ഞ അമ്മക്ക് അവിടെ പോയി ഉരുളക്കറൻ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ രാത്രി ഓറഞ്ച് പോയി അവ ഇതിക്ക് കൊച്ചുകളില്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഹാപ്പി ന്യൂ ഇയർ പറയാ എല്ലാവർക്കും. ഇങ്ങനെ പറയുന്ന മലയാളന്മാര് പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? എല്ലാവരും നന്നായിരിക്കുക. ഇത് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയാനില്ലേ? വേറെ എന്താ? എല്ലാവർക്കും നല്ല ജീവിതം വരട്ടെ. അസുഖം ഇരിക്കട്ടെ അല്ലേ? നമുക്ക് നല്ല നല്ല പുതിയ വർഷം നമുക്ക് സന്തോഷം. ഈ വർഷം നമുക്ക് 7 lakh നമുക്ക് 7 lakh ആയി ഈ വർഷം. 2025 ഭയങ്കര സന്തോഷമായി. എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് കാരണം അല്ലേ അമ്മേ? ഫാമിലി സപ്പോർട്ട് കാരണം, നിങ്ങൾ സപ്പോർട്ട് കാരണം എൻ്റെ സെക്കൻഡ് ഫാമിലി നിങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ನನ್ನ ಇದಕ್ಕಿನ ಎಲ್ಲಾರ್ಕು ನನ್ನಿ ಅಲ್ಲ നന്ദി എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. പിന്നെ എന്താ പറയുക, അപ്പൊ എല്ലാവർക്കും ഇന്ന് വരും വെട്ടി തരാട്ടാ. പോയിട്ട് വാ, പോയിട്ട് പെട്ടെന്ന് വാ. പൂർണ്ണച്ചക്ക് മൂടി വെക്കണം. പ്രോമിസ് 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 പ്രോമിസ്. ഓക്കെ ഓക്കെ, ഇന്ന് വെട്ടി തരാം. പോകോ. അമ്മയുടെ എന്താ ആഗ്രഹം പറയൂ. ഈ വയസ്സത്തെ എന്താ ആഗ്രഹങ്ങൾ അമ്മേ? എൻ്റെ അമ്മേ, ആഗ്രഹങ്ങൾ ജീവിക്കുമ്പോ നന്നായിട്ട് ജീവിക്കുന്നു, ആഗ്രഹങ്ങൾ തീർക്കുന്നു. വയസ്സായി കഴിഞ്ഞ പിന്നെ എന്താ അമ്മ ആഗ്രഹങ്ങൾ ചോദിക്കും. ഞാൻ ഇത് എന്റെ മുത്തശ്ശില്ലേ, അതന്നെ മുത്തശ്ശി പ്രായമായത് എന്റെ പ്രശ്നമാണോ? എനിക്ക് ഈ പ്രായത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ അമ്മക്ക് നമ്മുടെ സ്കൂളിൽ പോകണമല്ലോ പറഞ്ഞത്. ഓക്കെ ആ ഓക്കെ, അമ്മ ഒരു ദിവസം അമ്മയുടെ സ്കൂളിൽ കൊണ്ടുപോകാം അമ്മേനെ. ഓക്കെ, ഞാൻ പറയുമ്പോ വരണം. ആ സമയത്ത് വഴക്കുണ്ടാക്കിയാലുണ്ടല്ലോ, ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പോകുന്നത് ഞാൻ പറയത്തില്ല. മനസ്സിലായ? വാ നമുക്ക് ഒരു ദിവസം പോവാം. ഓക്കെ, അല്ല കുറച്ചു നേരം വായടച്ചിരിക്കും. ഓക്കെ, അപ്പൊ അമ്മയുടെ എന്താണ് അടുത്തത്?
ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹമൊന്നുമില്ല? ഉറപ്പാണോ? ആഗ്രഹമൊന്നുമില്ല. സമാധാനം സന്തോഷത്തോടെ പോകാം, അത്ര മാത്രമല്ല. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നും ഓക്കെ, ഈ വർഷം മൊത്തം നമുക്ക് സമാധാനം സന്തോഷം തന്നെ ആയിരിക്കും. വേറില്ലല്ലോ, അത് നീ തന്നാ മതി. ആഗ്രഹമില്ലല്ലോ. ഇല്ലടാ, ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും തന്നില്ലേന്നാ പിന്നെ ഞാൻ ശരിയാക്കും നിന്നെ. അല്ല, പ്രത്യേകിച്ച് ഇവനെ നമുക്ക് ശരിയാക്കാം. പ്രത്യേകിച്ച് അങ്ങനെ എനിക്കിപ്പോ അത് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് ആഗ്രഹമില്ല. പിന്നെ ഇപ്പൊ എവിടെ എല്ലാവരും പോകണം, നമ്മളും പോകണം, അങ്ങനെ അതല്ലാതെ ഇന്ന് ചെയ്യണം എന്നത് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ അമ്മ, അമ്മച്ചിയുടെ ഇപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഈ ഇഷ്ടമില്ലാത്ത കാര്യം ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ ആഗ്രഹമില്ലേ? അതായത് ഒരു ചീത്ത സ്വഭാവം മാറ്റണം. ചീത്ത സ്വഭാവം എനിക്കാണോ ചീത്ത സ്വഭാവം? നമുക്ക് എന്താ ചീത്ത സ്വഭാവം? നമുക്ക് എല്ലാവരും നല്ല സ്വഭാവം അടിച്ച് പൊളിച്ചു. അതായത് ഒരു ഇതുണ്ടാവൂലേ, ദൈവമേ ഈ വർഷം ഒന്നും അങ്ങനെ ഒന്നും ആവല്ലേ എന്നൊക്കെ വിചാരിച്ച് പാടില്ലേ? അമ്മ ഉറപ്പില്ലേ, വയസ്സായി, എന്താ ചെയ്താൽ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അമ്മക്ക് ജീവിതമൊക്കെ പിള്ളേര് മക്കള് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അമ്മ എന്താ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, മനസ്സിലായോ? വയസ്സ് കഴിഞ്ഞു. ഒരു കാര്യം, എനിക്ക് അനീനയുടെ മാളുവിന്റെ കല്യാണം കഴിയണം. എന്നാലും പൊന്നൂസിന്റെ കല്യാണം കാണാന്ന് പറഞ്ഞേ അത് നടക്കൂലല്ലോടാ, അത്ര പ്രായം വരെ അമ്മോ നടക്കാലോ. ഇത്ര പൊന്നൂസിന്റെ കല്യാണം കഴിയാം. എന്താ പറഞ്ഞേ എന്തിന് അതൊന്നും ഇരിക്കില്ല എന്റെ അമ്മോ. അപ്പൊ നിങ്ങളുടെ തന്നെ കൊല കുത്തി മുകളിൽ നിർത്തും. അവന്റെ മോശം സ്വഭാവം നമ്മളൊക്കെ കുറച്ചൊക്കെ അറിയാം. അത് ഞാൻ മുൻപേ തുടങ്ങി കറക്റ്റ് ചെയ്ത് കുറെ നാളായിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അയ്യോ എനിക്ക് ആ സ്വഭാവം, എൻ്റെ തന്നെ ആ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കത് അറിയാം. അപ്പോൾ മുൻപേ തുടങ്ങി ഞാനത് കറക്റ്റ് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യം ദുശീലം മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്നല്ല ശ്രമിക്കുന്നത്, മുൻപേ തുടങ്ങി ഞാൻ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പിന്നെ വേറെ ദുശീലങ്ങളായിട്ടൊന്നും മാറ്റാൻ ഉള്ളത് ഞാൻ മുമ്പേ തുടങ്ങി കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ശ്രമിക്കുന്നു. ഈ 2025 പുതിയതായിട്ട് എനിക്ക് മാറ്റാനായിട്ട് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. നിന്റെയോ നിനക്ക് 2025 നീ ഞങ്ങളോട് ചോദിച്ച പോലെ നിന്നെ മാറ്റം വെക്കണമെന്ന് നീ വിചാരിച്ച സ്വഭാവം ഏതാ? മാറ്റാൻ വിചാരിച്ച സ്വഭാവം മാറ്റാൻ വിചാരിച്ച സ്വഭാവം പറയൂ, എനിക്ക് പിടിക്കണ്ടേ, പറയൂ. നിന്നോട് ചോദിക്കുന്നു വിചാരിച്ചില്ലല്ലേ? അങ്ങോട്ട് വരൂ. അല്ലടാ, നിന്നോട് ചോദിക്കുന്നു വിചാരിച്ചില്ല. മാറ്റാൻ വിചാരിക്കുന്ന സ്വഭാവം ഈ വർഷം സർപ്രൈസ് കുറക്കണം. ഞങ്ങൾ വേണ്ട സർപ്രൈസ്. അതല്ല, സർപ്രൈസ് കുറക്കണം. പിന്നെ ഗിഫ്റ്റ് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല. അതാണോ നിന്റെ ദുശീലം? അത് ദുശീലം, ഭയങ്കര ദുശീലം. അത് സ്വഭാവത്തിലാണ് ഞാൻ ചോദിച്ചത്. സ്വഭാവത്തിലായാലും പേഴ്സണൽ സ്വഭാവം തന്നെയല്ലേ ഇത്. അത് കൊടുക്കൂലെന്ന് പറഞ്ഞാൽ വേണ്ട, ഗിഫ്റ്റ് വേണ്ട. അവരുടെ ഇത് നോക്കിയാലും നമ്മളെല്ലാരും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് കിട്ടുന്നത് തരൂലാന്ന്. അപ്പൊ നിനക്കും കിട്ടൂല. ഇതുവരെ തന്ന ഗിഫ്റ്റ് ഒക്കെ റിട്ടേൺ ഒന്നോളാം കേട്ടോ. കിട്ടിയില്ലേനും കുഴപ്പമില്ല. അതല്ല, ഞാൻ ഇവിടെ നിന്റെ ക്യാരക്ടറില് സ്വഭാവത്തില് നീ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. സ്വഭാവത്തിൽ വെച്ചാ എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് ഏതാ ദേഷ്യം കുറയ്ക്കാൻ നോക്കണം. അത് ഇതില് തന്നെ നീ വീഡിയോ ഇത് കട്ട് ചെയ്ത് കളയാ നീ എഡിറ്റ് ചെയ്യുന്നു. ദേഷ്യം കുറക്കണം, അത് അങ്ങനെ ദേഷ്യമുണ്ട്. അത് പക്ഷെ ഓരോ വർഷം കൂടുമ്പോൾ ദേഷ്യം കൂടി വരാണ്. എന്തിനാന്നറിയില്ല. അത് പേഴ്സണായിട്ട് ഒരു എന്താ ഈ എന്താ പറയാ, നമുക്ക് ട്രൈ ചെയ്യാൻ ക്ഷമയ്ക്കല്ല, ശ്രമിച്ചാലേ എല്ലാം നടക്കും, എല്ലാം ചെയ്യും പറ്റും. പക്ഷെ നടക്കൂല. കാരണം വെച്ചാ എനിക്ക് എൻ്റെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ മെയിനായിട്ട് ഫാമിലിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ ടെൻഷൻ വന്നത്. ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാര് അവർക്ക് ദേഷ്യപ്പെടൂല, അവരുടെ എപ്പോഴും സന്തോഷമായിട്ട് പെരുമാറും. ദേഷ്യം വരും, ടെൻഷൻ വരുമ്പോ അറിയില്ല, എനിക്ക് അങ്ങനെ വരും. പിന്നെ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ
എനിക്ക് വേണ്ടി കാര്യം എല്ലാവരും ഞാൻ ഒന്നാമത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ മെക്കിട്ട് കീറാൻ പറയരുത്. ഞാൻ മിണ്ടാതെ ഒരു കുറച്ചൊന്ന് മാറിക്കോളും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പെട്രോളും ഓയിലും കൂടെ ഇവര് ദേഷ്യപ്പെട്ട സ്ഥലത്ത് ഇവനാണ് നമ്മളെ പിന്നെ പിന്നെ ഇപ്പൊ സോനം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് നീ പിന്നെ ഗുണാന്ന് ചോദിച്ചിട്ട് ചെല്ലുന്നുണ്ടല്ലോ. അത് ഞാൻ ചെല്ലും എൻ്റെ മെക്കിട്ട് കുറച്ച്. അപ്പൊ ഈ ദുശീലങ്ങളൊക്കെ നീ മാറ്റാൻ ശ്രമിക്കണം. അല്ല ഞാൻ മാറ്റാന്ന് വെച്ചത് പ്രോഗ്രാം ചെയ്ത് വെച്ച സാധനമല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളെ സ്വഭാവം കൊള്ളൂല. അതുകൊണ്ട് ഞാനത് ശ്രമിക്കണം, ശരിയാക്കണം. ഭയങ്കര മോശം സ്വഭാവമായിട്ടല്ല ഞാൻ ചെന്നാൽ പോലും അത് നല്ലൊരു സ്വഭാവമല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാനത് കഴിയുന്നതും അത് മാറ്റിയെടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്ക് മോശമാണ്, നിന്റെ സ്വഭാവത്തിൽ മോശമാണ് തോന്നുന്ന സ്വഭാവം നീയും പുതുവത്സരം ആയില്ലെങ്കിൽ കൂടി നമ്മള് അത് മനസ്സിലാകുമ്പോൾ തുടങ്ങി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തുടങ്ങി നമ്മളത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ശരിക്കും ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യം. മനസ്സിലായോ? അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ഒരു മോശമുണ്ട്, അത് ഞാൻ ചെയ്താലും മൊത്തം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. കറക്റ്റ് ഉണ്ട്, പക്ഷെ അനുസരിക്കില്ല. എത്ര ഭാഷ പറയുന്നത് അനുസരിക്കില്ല. നല്ല അടിയടി എന്തൊക്കെ ദേഷ്യപ്പെടാൻ നിങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുന്നില്ല. അപ്പൊ അത് വേണ്ട അമ്മ. ആകപ്പാടെ ഞാൻ പറയട്ടെ, ആകപ്പാടെ എൻ്റെ ഒരു ദുഷില ദേഷ്യം മാത്രമേ ഉള്ളൂ. അല്ല എല്ലാവർക്കും ദുഷില ദേഷ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ കുടിച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എന്തോ ഒരു ദുഷ്ടിനും പോകുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? വേറൊന്നുമല്ല, അങ്ങനെ ആലോചിക്കല്ലോ അമ്മക്ക്. അല്ല 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 ഞാൻ പറയട്ടെ, അമ്മയുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, കുടിച്ചിട്ടുള്ള ലൈഫ് അമ്മക്കറിയാം. ഞാൻ ഇവളോടാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചോക്കിയല്ലോ അപ്പൊ അവനകത്ത് ദേഷ്യം ഉണ്ടെന്നുള്ളൂ എന്ന് ഞാൻ ഇവിടെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. സുകുട്ടിക്ക് ആഗ്രഹം എന്താണ് ഈ വർഷത്തെ? எனக்கு ஆഗ്രഹங்கள் ஒன்றும் இல்லை. ஐ டோன்ட் ஹேவ் எனி ആഗ്രഹങ്ങൾ. എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നുമില്ല. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട്, ഞാൻ ഇതിൽ പറയൂല. എനിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമില്ല. പിന്നെ ആഗ്രഹങ്ങൾ എന്താ, നമുക്ക് അല്ലേ നല്ല ശരീരം അല്ലെ എന്താ പറയാ ഹെൽത്തി ആയിട്ട് ഇരിക്കലും അത്രേ പ്രാർത്ഥന. നമുക്ക് ഫാമിലി ആൾക്കാർ, നിങ്ങളുടെ ആൾക്കാർ, എല്ലാ ആൾക്കാരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. വീട്ടിൽ നല്ല സ്നേഹം, എല്ലാവരും ഒരുമിച്ച് സഹായിക്കാം, സ്നേഹം ചെയ്യാം, അത്രയും ഞാൻ പറയാം. അപ്പൊ എനിക്ക് ആഗ്രഹങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ പറയില്ല. ഓക്കെ, അപ്പൊ ഇതാ നെഗറ്റീവ് എന്താ പറയാ, മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം. മാറ്റം ഉദ്ദേശം കാരണം ഞാനൊക്കെ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ദേഷ്യം കുറേ കുറവാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ മാറ്റം സ്വഭാവം, ഞാനൊക്കെ ഡ്രസ്സ് മേടിക്കുന്നത്, ചെരുപ്പ് മേടിക്കുന്നത്, അത് മാറ്റം പച്ച 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 അവരെ ചുത്തിരിക്കോതാ. ഓ പോയിട്ട് വാട്ടാ മുടിയിട്ടാ ചേച്ചി. ദീദി ദീദി ബന്ധിയല്ലേ എങ്ങനെ പറയാ, ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ? നല്ലത് ആഗ്രഹം के आग्रह छे गर्ने आपको बैड बैड कोल्लू लाता എന്താ പറയാ हमें हिंदी में तुमको कोई बैड हैबिट चेंज करने के लिए मन है, कोई बैड हैबिट है तो वो चेंज करने के लिए मन है तुमको 25 व्हाट काइंड ऑफ कैरेक्टर मेरा कुछ भी नहीं है वो सबको अच्छा ही, सबके साथ अच्छा रहता हूँ, इधर उधर का लोग के साथ सबको हेल्प करता हूँ, मैं सबके साथ अच्छा हूँ, मेरा मन साफ है, मैं किसी को वो अंदर मेरा कुछ भी नहीं है, ठीक है, बाहर से जैसा हूँ अंदर भी वैसा ही है मेरा सब है. ചേച്ചിക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ആകവും കുറൊക്കെ സാഫാണ്, ഉള്ളിൽ വെച്ചൊന്നും മനസ്സിലായോ? എല്ലാവർക്കും ബാഡ് എന്റെ മാറ്റിന് പറയും.
പാവം. അതെ അപ്പൊ ഇങ്ങനത്തെ ഉണ്ട് നമുക്ക് എന്താ ചെയ്യുന്നു. പിന്നെ ന്യൂ ഇയർ ഒന്നും സെലിബ്രേഷൻ ഒന്നും ചെയ്തില്ലേ. ആ അതുപോലെ വേറെ സെലിബ്രേഷൻ ഭാഗമാൻ അല്ലപ്പി പോയില്ല. അപ്പൊ എല്ലാവർക്കും വയ്യ ഉണ്ടായിരുന്നു. അമ്മക്ക് പനി ഉണ്ടായിരുന്നു. നമുക്കും എല്ലാവരും തളർച്ച ഉണ്ടായിരുന്നു, ടയർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ന്യൂ ഇയർ ആഘോഷിച്ചില്ല. കുഴപ്പമില്ലല്ലോ, ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചല്ലോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ന്യൂ ഇയറിൽ എല്ലാരും വീട്ടിലും ഉണ്ടായിരുന്നു. അങ്ങനത്തെ പിന്നെ ഇന്നലെ രാത്രി കുറെ നേരം നമുക്ക് പുറത്തിരുന്നിട്ട് വർത്തമാനം പറയാ. ചേച്ചി അമ്മ രണ്ടുപേരും വർത്തമാനം പറഞ്ഞു. അങ്ങനത്തെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പുതിയ വർഷം 2025 എല്ലാവർക്കും പുതിയ വർഷം. എന്റെ ഹൃദയം നേർന്ന ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. കുട്ടിയെ